മദ്രാസിലെ ഗുണ്ടാതലവനായ സേതുപതിയുടെ ഭാര്യ അന്നലക്ഷ്മി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നു. പക്ഷേ പ്രസവത്തിനിടെ അവൾ മരിച്ചു. സേതുപതി ആ കുഞ്ഞിനെ തന്റെ വിശ്വസ്തനായ മൻസൂറിനെ ഏൽപ്പിച്ചു. മൻസൂർ അവനെ വിക്രം എന്ന സുൽത്താൻ എന്ന് പേരിടുന്നു. 100 ഗുണ്ടകളുടെ സ്നേഹത്തിലാണ് അവൻ വളർന്നത്. അവരെ സ്വന്തം സഹോദരന്മാരായാണ് അവൻ കണ്ടത്. പിന്നീട് അവൻ പഠിക്കാൻ വേണ്ടി വിദേശത്തേക്ക് പോകുന്നു. വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന സുൽത്താൻ കാണുന്നത് തന്റെ സഹോദരങ്ങൾ ഇപ്പോഴും പഴയ ഗുണ്ടാജീവിതത്തിൽ തന്നെയാണെന്നാണ്. അതിനിടയിൽ പിസ്സ ഡെലിവറി ബോയ്സിന്റെ വേഷത്തിലെത്തിയ ചിലർ സേതുപതിയെയും ഗ്യാങ്ങിനെയും ആക്രമിക്കുന്നു. ഈ ആക്രമണത്തിൽ സേതുപതിക്ക് പരിക്കേൽക്കുകയും ഗ്യാങ്ങിലെ ഒരാൾ മരിക്കുകയും ചെയ്യുന്നു. ഈ സംഭവത്തിനു ശേഷം സുൽത്താൻ അച്ഛനോട് ഈ ഗുണ്ടാജീവിതം അവസാനിപ്പിക്കണമെന്ന് പറയുന്നു. പിന്നാലെ സേതുപതിയും മരിച്ചു. സംസ്കാര ചടങ്ങിനിടെ ആക്രമണം നടത്തിയത് കമ്മീഷണർ മാണിക്യവേലിന്റെ നേതൃത്വത്തിലുള്ള പോലീസുകാരാണെന്ന് മനസ്സിലായി. ഈ 100 ഗുണ്ടകളെയും മാറ്റാൻ ഒരു അവസരം വേണമെന്ന് സുൽത്താൻ കമ്മീഷണറോട് ആവശ്യപ്പെടുന്നു. കമ്മീഷണർ 6 മാസത്തെ സമയം നൽകുന്നു. പക്ഷേ ആ കാലയളവിൽ ഒരു കേസ് പോലും ഉണ്ടാകരുതെന്ന് അയാൾ നിബന്ധന വെച്ചു. അതിനിടെ സേലത്തെ ഒരു ഗ്രാമത്തിൽ കർഷകരെ ഉപദ്രവിക്കുന്ന ജയശീലന്റെ പ്രശ്നം വരുന്നു. മൻസൂറിന്റെ വാക്ക് പാലിക്കാനായി സുൽത്താനും ഗ്യാങ്ങും ഗ്രാമത്തിലേക്ക് പോകുന്നു. അവിടെ ഗ്രാമമുഖ്യന്റെ മകളായ രുക്മിണിയെ സുൽത്താൻ കണ്ടുമുട്ടുന്നു. പതിയെ ഇരുവരും തമ്മിൽ സ്നേഹം വളർന്നു തുടങ്ങുന്നു. ഇതിനിടയ്ക്ക് ഗ്രാമത്തിന്റെ യഥാർത്ഥ പ്രശ്നം ജയശീലൻ മാത്രമല്ലെന്ന് സുൽത്താൻ മനസ്സിലായി. ഭൂമിയുടെ അടിയിലുള്ള ഇരുമ്പയിരം സ്വന്തമാക്കാൻ ജോൺഡർ എന്ന വ്യവസായി ഗ്രാമക്കാരുടെ ഭൂമി പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിനെ തടയാൻ സുൽത്താൻ തന്റെ ഗ്യാങ്ങിനെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുന്നു. ഒരിക്കലും കൃഷി ചെയ്തിട്ടില്ലാത്ത ഗുണ്ടകൾ കഠിനാധ്വാനം ചെയ്ത് ഭൂമിയിൽ വിളവുണ്ടാക്കുന്നു. സുൽത്താൻ തന്റെ വീടും സമ്പാദ്യവും വിറ്റ് ഗ്യാങ്ങിനായി 2 ഏക്കർ ഭൂമി വാങ്ങുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് ജോൺദർ മൻസൂറിനെ ആക്രമിച്ച് കൊല്ലുന്നു. പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയ ഗ്യാങ്ങിനെ സുൽത്താൻ തടഞ്ഞു. ഇതോടെ മൈക്കിളും സുൽത്താനും തമ്മിൽ പ്രശ്നമുണ്ടാകുകയും ഗ്യാങ് സുൽത്താനെയും ഗ്രാമത്തെയും വിട്ടുപോകുകയും ചെയ്തു. ഈ അവസരം ഉപയോഗിച്ച് ജോൺദറും ജയശീലനും ഗ്രാമം നശിപ്പിക്കാൻ എത്തുന്നു. ഗ്രാമക്കാരെ സുരക്ഷിതമായി മാറ്റിയ ശേഷം സുൽത്താൻ ഒറ്റയ്ക്ക് ഗ്രാമത്തെ രക്ഷിക്കാൻ അവിടെ നിന്നു. പരിക്കേറ്റിട്ടും സുൽത്താൻ ജോൺദറിനെയും അയാളുടെ ആളുകളെയും നേരിടുന്നു. സുൽത്താൻ തങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ചെന്ന് മനസ്സിലാക്കിയ ഗ്യാങ് തിരികെ എത്തുകയും മൈക്കിളും തന്റെ തെറ്റ് സംബന്ധിച്ച് സുൽത്താനോട് മാപ്പ് പറയുകയും ചെയ്യുന്നു. അവസാനം എല്ലാവരും ചേർന്ന് ജയശീലനെയും സംഘത്തെയും തോൽപ്പിച്ചു. ഒരിക്കൽ അക്രമജീവിതം നയിച്ചിരുന്ന 100 ഗുണ്ടകളും കൃഷിയിലേക്ക് തിരിഞ്ഞ് പുതിയ ജീവിതം ആരംഭിച്ചു. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം.